ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡുഗൂസ് വീഡിയോസ്. ഇന്ന് നിങ്ങൾക്കൊരു പുതിയ അതിഥി ഉണ്ട്. പുതിയതല്ല, മുമ്പേ കണ്ടു പരിചയമൊക്കെ ഉള്ളതാ. എന്നാലും എൻ്റെ വ്ളോഗ്സിൽ അങ്ങനെ കടന്നു വരാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അതിഥിയാണ്. മീറ്റ് മിസ്റ്റർ കുഞ്ഞപ്പൻ. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വീക്ക്ലി സ്കിൻ കെയർ റൊട്ടീൻ. ഓക്കെ, വീക്ക്ലി സ്കിൻ കെയർ റൊട്ടീൻ. അപ്പൊ എന്തിനാ കുഞ്ഞപ്പൻ വന്നതെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടല്ലോ, ഇല്ലേ? ഇന്ന് നമ്മൾ സ്കിൻ കെയർ റൊട്ടീൻ കുഞ്ഞപ്പന് വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോണത്. ഞാനല്ല, കുഞ്ഞപ്പനെയാണ് ഞാൻ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യാൻ പോകുന്നത് വീക്കിലി. ഓക്കെ, ഞാൻ മുമ്പ് ഡെയിലി സ്കിൻ കെയർ റൊട്ടീൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ വീക്കിൽ നമ്മൾ ഒരു പ്രത്യേകതരം സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നൊക്കെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടാവും. അത് പിന്നെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, പിന്നെ ടാന്, അങ്ങനത്തെ എല്ലാ സംഭവം റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീക്ക്ലി ഒരു സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യണം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ഫസ്റ്റ് നമുക്ക് കുഞ്ഞപ്പനെ ഒന്ന് റെഡി ആക്കി എടുക്കാം. ഫേഷ്യൽ ചെയ്യുമ്പോൾ മുടിയൊന്നും മുന്നോട്ട് വരാത്ത രീതിയിൽ റെഡി ആക്കി എടുക്കാം. ഓക്കേ, കുട്ടപ്പനായി. കുഞ്ഞപ്പൻ ഇപ്പൊ കുളിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് മിക്കവാറും നമ്മൾ സ്കിപ്പാണ്. എന്നാലും കുഴപ്പമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഫേസ് വാഷ്. നമ്മൾ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മിനിമം ഒരു 60 സെക്കൻഡെങ്കിലും നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്ത് മുഖം കഴുകണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഫേസ് വാഷ്. കുഞ്ഞപ്പൻ ഓൾറെഡി ഫേസ് വാഷ് ചെയ്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് വെള്ളം എടുത്ത് ഒന്ന് നനച്ച് കൊടുക്കണതേ ഉള്ളൂ. സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് സ്ക്രബ്. ഏതെങ്കിലും ഒരു സ്ക്രബ് യൂസ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തുള്ള ഡെഡ് സ്കിൻ സെൽസും അതുമാതിരി വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്ക്രബ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യാം. സോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഹിമാലയന്റെ ഒരു സ്ക്രബാണ്. ഇത് സ്ക്രബും ഫേസ് വാഷും ഒക്കെ ഒരുമിച്ചുള്ള ഒരു സാധനമാണ്. വേണ്ട, അത് കുഴപ്പമില്ല. ഇത് ഫേസ് വാഷ് തന്നെയാണ്, പക്ഷെ ഇതിനകത്ത് നല്ല ഗ്രാന്യൂൾസ് മാതിരി ഒരു സാധനം ഉള്ളതുകൊണ്ട് സ്ക്രബായിട്ട് വർക്കാവും. ഓക്കെ, കുറച്ച് എടുത്തിട്ടുണ്ട് ഇങ്ങനെ. തലയൊന്ന് ഇങ്ങനെ ആക്കാമോ? ഇവര് ഫസ്റ്റ് തുടങ്ങുമ്പോ തൊട്ട് വെള്ളരിക്ക വെക്കാത്തന്നെ. വെള്ളരിക്ക അവസാനം മാസ്ക് ഇട്ടിട്ടാണ് വെള്ളരിക്ക. ഓക്കെ, നമ്മള് തുടർച്ചയായിട്ട് ഒരു 2 മിനിറ്റ് എങ്കിലും സ്ക്രബ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് വന്നിട്ട് ഡബിൾ ക്ലൻസിങ് ആണ്. അപ്പൊ അത് ക്ലൻസിങ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ നമ്മൾ ഫേസ് വാഷ് ഓൾറെഡി ചെയ്യും, എന്നാലും നമ്മുടെ കാണാത്ത കുറെ ചളിയൊക്കെ നമ്മുടെ മുഖത്തുണ്ടാവും. അപ്പൊ നമ്മൾ ഈ ക്ലൻസിങ് മിൽക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് തുടച്ചെടുക്കും. ഈ സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാം, അല്ലെങ്കിൽ തേർഡ് സ്റ്റേജ് ആയിട്ട് ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോൾ ഫേസ് വാഷും സ്ക്രബും ഒന്നും തന്നെയാണ് തേർഡ് സ്റ്റേജ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് അപ്ലൈ ക്ലെൻസിങ് മിൽക്ക്. കുറച്ചിങ്ങനെ കയ്യിലെടുക്കാം. എന്നിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ക്ലെൻസിങ്. ഓക്കെ, ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മെല്ലെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് ക്ലെൻസ് ചെയ്തിട്ട് പോവാത്ത ഡേർട്ടൊക്കെ വരും. ഡബിൾ ക്ലെൻസിങ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 മിനിറ്റ് ക്ലെൻസിങ്. അത് കഴിഞ്ഞിട്ട് ഒരു വെറ്റ് ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോട്ടൺ വെച്ചിട്ടോ ഈ ക്ലെൻസർ തുടച്ചെടുക്കും. സോ ഞാനിത് തുടയ്ക്കാൻ പോവാണ്. എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ പറയട്ടെ. ഇതിനകത്തൊക്കെ ഉണ്ട്. ഫോർത്ത് സ്റ്റെപ്പ് വന്നിട്ട് ഫേസ് മാസ്ക്. ഫോർത്ത് സ്റ്റെപ്പ് ഫേസ് മാസ്ക്. കുറേ ടൈപ്പ് ഫേസ് മാസ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഷീറ്റ് മാസ്ക് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫേസ് മാസ്ക്
നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ അതിന് മുമ്പ് മുഖം ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു മിസ്റ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അഥവാ നമുക്ക് വെള്ളം കൊണ്ട് നനയ്ക്കുകയും ചെയ്യാം കേട്ടോ. കണ്ണാടി കുഞ്ച ബയോ ബ്ലഷ് എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ കോഫി ഫേസ് മാസ്കാണ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ യങ്ങർ ആൻഡ് സ്മൂത്ത് ആക്കുക സ്കിന്നിന്. ഇത് കഴിയുമ്പോഴത്തേക്കും അജി വന്നിട്ട് ഭയങ്കര യങ്ങാവും. എപ്പോഴും ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അപ്പിമാരിയുണ്ട് കാണുമ്പോൾ, പക്ഷേ ഇത് ഫേസ് മാസ്ക് ആണ്. കോഫി ആയതുകൊണ്ടാണ് അങ്ങനെ യൂട്യൂബ് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലായിടത്തും ഈ ഫേസ് മാസ്ക് എന്ത് ചെയ്ത് കൊടുക്കണം? അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, കോഫി ഫേസ് മാസ്ക് ഇവൻ ഇത് കാണുമ്പോ അപ്പി കാണുന്ന പോലെ ഉണ്ട്. ആയുർവേദത്തിനൊന്നല്ലോ, നല്ല മണമല്ലേ, നല്ല സ്മെല്ലാണ്. ഇവൻ അത് പിടിച്ചില്ല അത്ര. ഇതിനകത്ത് തന്നെ എന്താണ് സ്ക്രബിന്റെ മെറ്റീരിയലൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ ഒരു തരി മാതിരിയാണ് ഈ ഫേസ് മാസ്ക് കിടക്കുന്നത്. ഓക്കെ, കുറച്ച് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്താ വെച്ചാൽ എല്ലായിടത്തും ഇങ്ങനെ ഉണങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് വർക്കൗട്ട് ആവില്ല. അതുകൊണ്ട് ഇടയ്ക്ക് വെള്ളമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡാക്കാം. ഓക്കെ, ഓൾറെഡി യങ്ങാണ് വെച്ച്. ഇപ്പൊ വന്നിട്ട് കുറച്ചുകൂടെ യങ്ങാവും എൻ്റെ ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ട്. വാ, സോ നമ്മൾ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് അത് വെക്കണം. ഓക്കെ, 15 മിനിറ്റ് വെച്ചിട്ട് അത് നല്ല ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കഴുകിയെടുക്കാൻ പാടുള്ളൂ. സോ 15 മിനിറ്റ് അജി അവിടെ കിടക്കട്ടെ, നമുക്ക് നമ്മുടെ പണി നോക്കിട്ട് പോകാം. ഓക്കെ, അവന് വെള്ളരിക്ക വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഒരു 15 മിനിറ്റ് ഞാൻ വെള്ളരിക്ക വെച്ച് കൊടുത്തേക്കാം. ഓക്കെ, നമ്മൾ 2 വെള്ളരിക്ക കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പം വെള്ളരിക്ക ഇല്ലാണ്ട് വ്ളോഗിങ് നടക്കുന്നില്ല. അപ്പോൾ അത് വെച്ച് കൊടുത്തേക്കാം. ഒരു 15 മിനിറ്റ് അവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ 15 മിനിറ്റ് കഴിഞ്ഞു. സോ നമുക്കിത് വാഷ് ചെയ്യാൻ വേണ്ടി പോവാം. നല്ല ഉറപ്പായിരുന്നു കേട്ടോ പുള്ളിക്കാരൻ. അയ്യോ, ശരി, നമുക്ക് വാഷ് ചെയ്യാം. സോ ഫേസ് മാസ്ക് കഴിഞ്ഞു. ഇനി 5th സ്റ്റെപ്പാണ്. 5th സ്റ്റെപ്പ് വന്നിട്ട് ടോണറാണ്. ഡോട്ട് ആൻഡ് കീയുടെ ഞാൻ അന്നത്തെ സ്കിൻ കെയർ വീഡിയോയിൽ കാണിച്ച ഡോട്ട് ആൻഡ് കീൻ്റെ ടോണറാണ്. വാട്ടർമെലൺ ടോണറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് കയ്യിൽ ഇങ്ങനെ എടുക്കാം. ആൻഡ് ഇങ്ങനെ നമുക്ക് ആക്നെയും കുറച്ച് ഓപ്പൺ പോസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ അപ്ലൈ ഇങ്ങനെ ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കുറച്ചിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും തേക്കരുത്. പകരം മൂക്കിൻ്റെ ഓപ്പൺ പോസ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന ഏരിയാസിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആൻഡ് ടോണർ ഇട്ട് കൊടുക്കും. 5th സ്റ്റെപ്പ്. 6th സ്റ്റെപ്പ് വന്നിട്ട് ഒരു സിറം. അതായത് ഞാൻ ഇവന് എന്താ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ ഡീറ്റാൻ്റെ സിറമാണ്. അതായത് ആൾ വെയിലത്തൊക്കെ നടന്നിട്ട് ഫുള്ള് ടാൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡീറ്റാൻ സിറമാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് വന്നിട്ട് യൂത്ത് വേദ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആണ്. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല. അപ്പം ഞാൻ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ, ഇതെന്നിട്ട് കൈ കാണിക്കും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ. അപ്പം അലമ്പാക്കാൻ വീട് എന്തെങ്കിലും ഇറിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ സിറ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കുറച്ചിങ്ങനെ ഡോപ്ലറിൽ എടുത്തിട്ട് ഒന്നുകൂടെ ഇത്ര മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ. സിറം ആണെന്നൊക്കെ പറഞ്ഞിട്ട് വാരി വിരിച്ച് അപ്ലൈ ചെയ്യരുത്. വളരെ കുറച്ച് എമൗണ്ടാണ് നമ്മൾ സിറം എടുക്കാൻ പാടുള്ളൂ. ഓക്കെ,
ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സെവൻത്ത് സ്റ്റെപ്പ് മോയ്സ്ചറൈസർ. ഓക്കെ, ഡോക്ടർ ഷീത്തിൻ്റെ മോയ്സ്ചറൈസർ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്യരുത്. ബിക്കോസ് അത് ഭയങ്കര കെമിക്കലായിട്ടുള്ള സാധനം. കണ്ണിൻ്റെ അടി ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നായിരിക്കും. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ഒരിക്കലും കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തുള്ളത്, ഐ ക്രീം. സോ അണ്ടർ ഐ ക്രീം. സോ നെക്സ്റ്റ് വന്നിട്ട് മോയ്സ്ചറൈസർ കഴിഞ്ഞിട്ട് ഞാൻ അണ്ടർ ഐ ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് റെറ്റിനോൾ അണ്ടർ ഐ ക്രീമാണ്, പിൽഗ്രിമിൻ്റെ. എട്ടാമത്തെ അണ്ടർ ഐ ക്രീം. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ലിപ് സ്ക്രബും കൂടി ചെയ്ത് കൊടുക്കാം. ലിപ് സ്ക്രബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഹെർബ്സിൻ്റെ ഒരു ലിപ് സ്ക്രബാണ്. ഞാൻ ലിപ് സ്ക്രബും കൂടി ഒന്ന് ചെയ്യേണ്ടത് കുറച്ചെടുക്കുക. എന്നിട്ട് ചുണ്ടിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കുറച്ച് കൊടുക്കുക. ഇത് ആവശ്യമില്ല, ഇത് ആവശ്യമുള്ള ആൾക്കാർ മാത്രം ചെയ്താൽ മതി. ഇത് 9th സ്റ്റെപ്പാണ്. നമ്മുടെ ചുണ്ടിലുള്ള ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ പോകും. സോ 9th സ്റ്റെപ്പായിട്ട് ഞാൻ ലിപ് സ്ക്രബാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഒരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെല്ലെ തുടച്ചു കൊടുക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ലിപ് ബാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ലിപ് ബാം 10th സ്റ്റെപ്പ്. ഇല്ല, സോ മുടിഞ്ചത്. ഇപ്പൊ നൈറ്റ് ടൈമാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. നൈറ്റ് ടൈം ആയതുകൊണ്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടില്ല. നിങ്ങൾ ഡേ ടൈമാണ് ഇത് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും മോയ്സ്ചറൈസർ കഴിഞ്ഞതിന് ശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ. കമോൺ. ദിസ് ഈസ് ദ കുഞ്ഞപ്പൻ ആഫ്റ്റർ ഫേഷ്യൽ. എങ്ങനെയുണ്ട് കുഞ്ഞപ്പ? നിനക്ക് എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്യണ്ടോ? തൊട്ടുക്കൂ. ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല. ഇത് നോർമൽ ക്യാമറയാണ് എൻ്റെ. ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നില്ലേ? നമ്മൾ വന്നിട്ട് വെളുക്കാൻ വേണ്ടിയിട്ടല്ല, ഒരിക്കലും സ്കിൻ കെയർ ചെയ്യുന്നത് വെളുക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. സോ വന്നിട്ട് നല്ല ഒരു മുമ്പുണ്ടായിരുന്നതിനെക്കാട്ടിയും കുറച്ച് എന്തോ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. തൊട്ടൊക്കില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും വീട്ടിലിരുന്ന് നിങ്ങൾക്കോ നിങ്ങളെ ആരെങ്കിലും ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇത് ചെയ്തു കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ.